ഫ്ലിപ്പ് സീറോ DIY മോഡൽ ഉണ്ടാക്കാവോ? പിന്നെന്താ, ഉണ്ടാക്കാമല്ലോ. ഇതാണ് DIY ഫ്ലിപ്പ് സീറോ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ഈ ഒരു ബിൽഡിനകത്ത് ഇപ്പോൾ റണ്ണാകുന്നത് ഫ്ലിപ്പ് സീറോയിലുള്ള സെയിം ഫേംവെയർ ആണ്, അതും മോഡേൺ ഫേംവെയർ ആണ് ഇതിനകത്ത് റണ്ണാകുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫ്ലിപ്പ് സീറോ എന്താണെന്ന് അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് യാതൊരു പ്രയോജനമില്ല. പിന്നെ ഈ ഒരു വീഡിയോ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് സീറോ എന്താണെന്ന് ആദ്യം അറിയണം. അതിനായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ രണ്ട് മോഡ്യൂൾ കാണിച്ചിട്ട് ഫ്ലിപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത്. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു മൊഡ്യൂൾ ഉണ്ടോ, ഇതാണ് STM32, അതായത് ഫ്ലിപ്പ് സീറോയിലുള്ള മൈക്രോ കൺട്രോളർ മൊഡ്യൂളാണ്. ഫ്ലിപ്പറിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സാക്ട് മോഡൽ STM32 അല്ല. അതുകൊണ്ട് തന്നെ ഫേംവെയർ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിൽ വർക്ക് ആകത്തില്ല. സോ പോർട്ട് ചെയ്യണം, അതായത് ഈ ഒരു ബോർഡിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കണം. അങ്ങനെ ഫേംവെയർ ബിൽഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ള ഡെവലപ്പറാണ് പേട്ടറാണ് ഈ ഒരു കംപ്ലീറ്റ് ബിൽഡും ചെയ്തിട്ടുള്ളത്. GPIO പിൻസിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് RF ആൻഡ് IR ടൂൾസ് മാത്രമേ നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടി പറ്റത്തുള്ളൂ. അത് തന്നെയാണ് ഫ്ലിപ്പറിന്റെ മെയിൻ ടൂൾസും. ഈ ഒരു ബില്ലിനകത്ത് ഡിസ്പ്ലേയും ബട്ടൺസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി പറ്റും. പക്ഷേ ഡിസ്പ്ലേ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ബട്ടൺസ് വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് വയ്ക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഇല്ലാതെ ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്പ് സീറോന്റെ ആപ്പ് വഴിയാണ്. അതായത് ബ്ലൂടൂത്ത് വഴി ഫ്ലിപ്പ് സീറോന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്ട് പറ്റും. അപ്പോൾ ഫ്ലിപ്പറിന്റെ ആപ്പ് വഴി നമുക്ക് ഇതിനെ റിമോട്ടിലേക്ക് കൺട്രോൾ ചെയ്യാണ്ട് പറ്റും. അതുപോലെ തന്നെ വിൻഡോസിലും മാക്കിലും ക്യൂ ഫ്ലിപ്പർ ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് USB ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ കൺട്രോൾ ചെയ്യാണ്ട് പറ്റും. ഈ ഒരു ബിൽഡിൽ RF ടൂൾസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് CC1101 RF ട്രാൻസ്ഡ്യൂസർ മൊഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്ററും റിസീവറും ഈ സിംഗിൾ മൊഡ്യൂൾ കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാണ്ട് പറ്റും. RFന്റെ ടൂൾസ് ഞാൻ ഉപയോഗിച്ച് നോക്കി, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റേ ടെക്നോളജി കണ്ടന്റും സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കർ റിലേറ്റഡ് വീഡിയോ ഇടാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തു.